എല്ലാവരെയും ക്ഷണിക്കുന്നു. സൗദി അറേബ്യയിൽ നിന്നുമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സൗദി അറേബ്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി പ്രത്യേകിച്ച് സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന തൃശൂർ സ്വദേശിയായ ശ്രീ MD സോമശേഖർ. അദ്ദേഹത്തിന്റെ സംഗീതപരമായ പ്രവർത്തനങ്ങൾ കാരുണ്യരംഗത്ത് മാത്രമല്ല, നല്ല സംഗീതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ, അതും സൗദി അറേബ്യ പോലെയുള്ള മഹാരാജ്യത്ത് ഒരു സംഗീതത്തിന്റെ ലോകത്ത് പ്രവർത്തിക്കാനായി കഴിയുക എന്നുള്ളത് ശ്രമവും ഭാഗ്യവുമാണ്. അദ്ദേഹത്തിന്റെ നല്ല വാക്കുകളിലേക്കും അദ്ദേഹം ലീവിന് നാട്ടിലേക്ക് എത്തിയപ്പോൾ ഈ അറ്റ്ലസ് ശുഭരാത്രിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുപോകുന്നതിനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറ്റ്ലസ് ശുഭരാത്രിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും. അലൈക്കുസ്സലാം. എത്ര വർഷമായിട്ടാണ് സൗദി അറേബ്യയിൽ? 10 കൊല്ലം. എവിടെ? സൗദി അറേബ്യയിൽ ദമാമിൽ, അൽഖോബാർ സിറ്റിയിലാണ്. സൗദി അറേബ്യയിലേക്ക് 10 വർഷത്തിന് പോകുന്നതിന് മുൻപ് സംഗീതത്തിന്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിന് ശേഷമാണല്ലോ സൗദിയിലേക്ക് പോകുന്നതല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സംഗീത രംഗത്തേക്ക് വന്നത്? എന്തൊക്കെയായിരുന്നു ആ ഒരു സമയത്തെ ആഗ്രഹം? ആക്ച്വലി 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു കോമ്പറ്റീഷൻ സ്കൂളിൽ പാടുന്നത്. അപ്പോൾ അത് സ്കൂളിൽ പാടിയപ്പോൾ എനിക്ക് അതിന് ഡിസ്ട്രിക്റ്റിലേക്ക് സെലക്ഷനായി. ഡിസ്ട്രിക്റ്റിൽ പോയപ്പോൾ എനിക്ക് അതിന് ഫസ്റ്റ് കിട്ടി. അപ്പോൾ എന്നിട്ട് പിന്നെ തൃശ്ശൂരിലൊരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ദാസേട്ടനാണ് ആദ്യമായിട്ട് എനിക്കതിന് അതിൻ്റെ പ്രൈസ് തന്നത്. അപ്പോൾ അതാണ് എനിക്കുള്ള ആദ്യത്തെ ഇൻസ്പിറേഷൻ. കുറേ നാളുകളായിട്ടാണല്ലോ അല്ലേ കേരളത്തിലേക്ക് എത്തുന്നത്? ഇതേപോലെ ഒരു TV പരിപാടിയിൽ പങ്കെടുക്കുന്നതല്ലേ? ശുഭരാത്രി പോലെ. ആക്ച്വലി ഇവിടെ 10 കൊല്ലമായല്ലോ. അപ്പോൾ ഇവിടെ ഇത്രയും ആക്റ്റീവ് ആവുന്ന സമയത്ത് ഞാൻ പോയിരിക്കും. അതെ. പിന്നെ ഞാൻ എവരി ഇയർ വരാറുണ്ട്. ലൈവ് പ്രോഗ്രാംസും ഇങ്ങനെ കുറെ ചെയ്യാറുണ്ട്. പിന്നെ നാദബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി ഒരു മൃദംഗിസ്റ്റാണ്, ഗണേഷ് എന്ന് പറയും. പുള്ളി ഞാനും കൂടിയാണ് അത് ഓർഗനൈസ് ചെയ്തത് 88-ൽ. പിന്നെ ഏകദേശം ഒരു 2000-ഓളം സ്റ്റേജ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നാദബ്രഹ്മം എന്നുള്ളത് നല്ലൊരു ഗാനമേള ഗ്രൂപ്പാണ്. ഇപ്പോഴും അത് സ്പെഷ്യലൈസ്ഡ് ഫോർ ഡിവോഷണൽ സോങ്സ്. ഓക്കെ. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പാടുന്ന ആദ്യത്തെ പാട്ട് ഏതാണ്? അത് ശരിക്കും സിനിമ പാട്ടാണ്. അത് ദേവരാജ മാഷയുള്ള ആകാശദീപമേ എന്നുള്ള പഴയ പാട്ട്. അതാണ് ആദ്യം. ആകാശദീപമേ ആർദ്ര നക്ഷത്രമേ അലരുകൾ കരയുമീ മണ്ണിൽ വരൂ, ഒരു തരിവെട്ടം പകർന്നു പോകൂ. ആകാശദീപമേ ണെങ്കിലും ആത്മാവു കൊണ്ടവൾ അലയുമെൻ ഗാനങ്ങൾ കേൾക്കില്ലയോ? ആകാശദീപമേ ആർദ്ര നക്ഷത്രമേ അലരുകൾ കരയുമീ മണ്ണിൽ വരൂ, ഒരു തരിവെട്ടം പകർന്നു പോകൂ. ആകാശദീപമേ അന്ത്യഗാനം കേൾക്കാൻ നീ വരില്ലേ? അതിനു പല്ലവി പാടുകില്ലേ? അന്ത്യഗാനം കേൾക്കാൻ നീ വരില്ലേ?
ദീപമേ ആർദ്ര നക്ഷത്രമേ അലരുകൾ കരയുമീ മണ്ണിൽ വരൂ ഒരു തരി വെട്ടം പകർന്നു പോകൂ ആകാശദീ